നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിലെ വിവിധയിടങ്ങളിൽ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. എങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ ആദ്യമായി കരിങ്കൊടി കാട്ടിയത്. സംഭവത്തിൽ 2 വനിതകൾ ഉൾപ്പെടെ 14 പേരെ കസ്റ്റഡിയിലെടുത്തു. സപ്ലൈകോയിൽ 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇനി സബ്സിഡി പരമാവധി 35% വരെ മാത്രം. ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. സബ്സിഡി സാധനങ്ങളുടെ വില വർധനയ്ക്ക് മന്ത്രിസഭാ യോഗം ഇന്നലെയാണ് അംഗീകാരം നൽകിയത്. ഒരു പ്രദേശത്തെയാകെ കുടിവെള്ളം മുട്ടിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുൻപിൽ. മള നെയ്തുകുടി പ്രദേശത്തെ ജനങ്ങളാണ് പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുൻപിൽ എത്തിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ ധർണ നടത്തി. ആലുവ കുട്ടമശ്ശേരിയിൽ കാറിടിച്ച് പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഓട്ടോയിൽ നിന്ന് തെറിച്ചു വീണ നിശികാന്തിന്റെ ശരീരത്തിൽ കാർ കയറി ഇറങ്ങുകയായിരുന്നു. നിർത്താതെ പോയ കാറിന്റെ ഉടമയെയും സുഹൃത്തിനെയും ഇന്നലെ പിടികൂടി. അച്ഛൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയാണ് നിശികാന്ത് റോഡിൽ വീണത്. കേന്ദ്രമന്ത്രി വാഗ്ദാനവുമായി തൃശൂരിൽ BJP പ്രവർത്തകരുടെ ചുവരെഴുത്ത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മണലൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലാണ് ചുവരെഴുത്ത്. തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നിങ്ങനെയാണ് ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൃശൂരിൽ രാഷ്ട്രീയ പോര് കടുക്കുന്നതിനിടയിൽ സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ അറിയിക്കാൻ സമുദായ ജാഗ്രത സമ്മേളനം വിളിച്ച് തൃശൂർ അതിരൂപത. ഈ മാസം 25-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തൃശൂർ സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രത സമ്മേളനം നടക്കുക. ദേശീയപാത പോട്ട മേൽപ്പാലത്തിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 2 യുവാക്കൾക്ക് സാരമായ പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശി ഫഹിം, മലപ്പുറം സ്വദേശി മാജിദ് അബൂബക്കർ എന്നിവർ പോട്ട ധന്യ ആശുപത്രിയിൽ ചികിത്സ തേടി. നാടകപ്രേമികൾക്ക് കാഴ്ചയുടെയും കേൾവിയുടെയും പുതിയ ആസ്വാദനതലം സമ്മാനിച്ച ഇറ്റ്ഫോക്ക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും. തിരഞ്ഞെടുത്ത 23 നാടകങ്ങളുടെ 43 പ്രദർശനങ്ങളാണ് 8 ദിവസത്തിൽ ഒരുക്കിയത്. രൗദ്രതയുടെ പള്ളിവാളേന്തിയ കോമരക്കൂട്ടങ്ങളുടെ വരവറിയിച്ച് ചെറുഭരണി കൊടി കയറി. ദേവിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. മീനമാസത്തിലെ തിരുവോണ നാളിൽ ഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ലുമുടൽ ചടങ്ങ് നടക്കും. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. രാവിലെ കൊടുങ്ങല്ലൂർ വടക്കേ നടയിലെത്തിയ സുരേന്ദ്രനെ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.